ഇന്ന് ഒത്തിരി പുളിങ്കുരു എടുക്കുന്നതാണ്. ഈ പുളി ഉണക്കി പുളിങ്കുരു ഒക്കെ എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ വാളൻപുളി കുറെ എടുത്താണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ വാളൻപുളി എടുത്തെന്ന് പറഞ്ഞില്ലേ, അത് അവർ കേൾക്കണ്ട കേട്ടോ, അത് ഞാൻ പയ്യെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പുളിങ്കുരു ഒക്കെ നമ്മൾ എടുക്കുന്ന ഇതാണ് ഇന്ന്. അപ്പോൾ ശ്രേയസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് പുളിങ്കുരു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പുളി കൊണ്ട് ഉണക്കി പിന്നെ അതിൻ്റെ തോട് പൊട്ടിച്ചതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഇതേണ്ട പുളിയുടെ ഞരമ്പെല്ലാം എടുത്തതേണ്ട ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇത് വിളക്ക് തേക്കാനാണ്. ഇതും ഇച്ചിരി ഉപ്പും കൂടി ഇടുമ്പോഴത്തേക്ക് വിളക്ക് തേച്ച് നല്ല സൂപ്പറായിട്ട് വരും. അപ്പം നമ്മളത് എടുത്തു. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇത് 2-3 ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ 2 ദിവസത്തെ വെയിൽ കൊണ്ടെങ്കിൽ ഇത് പുളിങ്കുരു എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ മഴ നമ്മൾ ചതിച്ച് കളഞ്ഞു കേട്ടോ. കാലാവസ്ഥ എപ്പോഴാണ് വരുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് പേപ്പറിനകത്ത് ഇനി 7 ദിവസത്തേക്ക് അല്ല, ഇനി മഴ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കാം നമുക്ക് മഴ. ഇന്നും മഴക്കോളുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊന്ന് ചാറുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഉണങ്ങിയ പുളി 2-3 ദിവസം മഴയായതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇപ്പം ഇന്ന് നല്ല വെയിലായിരുന്നു. അപ്പോൾ ആ വെയിലത്തെടുത്ത് നല്ലതുപോലെ ഉണക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഓരോ പുളിയുടെ കുരു ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പം ഇപ്പം വിളക്ക് കത്തിച്ചിട്ടാണ് ഞാൻ ഈ ജോലി തുടരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, പുളിങ്കുരു എടുക്കുന്നുണ്ട്. അല്ലാതെ നിവൃത്തിയില്ല എനിക്ക്. ഇത് ഉണങ്ങി കഴിഞ്ഞ ഉടനെ എടുക്കണം, അല്ലെങ്കിൽ കൈ ഒട്ടിപ്പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇനി രാത്രിയിൽ ഇവരെ വെക്കുവാണെങ്കിൽ ഇത് നനവ് പറ്റും. പിന്നെ ഞാൻ രാവിലെ നാളെയും വെയിൽ കൊണ്ടതിന് ശേഷം മാത്രമേ ഇത് പുളിങ്കുരു എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം കൂടെ അങ്ങോട്ട് മാറി കിട്ടുകയാണ്. ഇനി തോട് പുളിയൊക്കെ അതിനകത്ത് തോട് പൊട്ടിക്കാനുള്ള പുളിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇതങ്ങ് ജോലി തീർക്കാമെന്ന് വിചാരിച്ചു. ഭഗവാന്റെ മുമ്പിൽ ഇരിക്കുക. ഞാൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടാ, ഭഗവാനെ ഞാൻ ഇന്ന് പുളി എടുക്കുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. തിരുവാറന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നെൻ ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. അപ്പോൾ ഇത്രയും പുളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കുരു എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള പുളിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പം നമ്മൾ കടകളിലൊക്കെ വിൽക്കുന്നത് ഇങ്ങനെയാട്ടെ, ഉപ്പും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി ഇങ്ങനെ ഉണക്കി എന്ന് തരും. പക്ഷേ ഞാൻ ഉണക്കുന്നത് അങ്ങനല്ല കേട്ടോ. നല്ലതുപോലെ ആട്ടുകല്ലിൽ വെച്ച് ഇടിച്ച് ഉപ്പൊക്കെ കുറേ ഇട്ട് കുറേ പ്രാവശ്യം ഉണക്കിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ പുളിയൊക്കെ വെയിൽ കൊണ്ട ഉടനെ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അല്ലെങ്കിൽ കയ്യിലെല്ലാം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് അങ്ങ് കുഴഞ്ഞങ്ങിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഉണങ്ങിയ ഉടനെ തന്നെ വൈകുന്നേരം ഞാൻ ഇരുന്ന് പുളിങ്കുരുവൊക്കെ എടുത്തത്. അങ്ങനെ പുളിങ്കുരു എല്ലാം എടുത്ത് കളഞ്ഞ് അതിൻ്റെ ആ പുളിങ്കുരു എല്ലാം ഒരു കവറിനകത്താക്കി മാറ്റി വെച്ച്, പിന്നെ ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ്. ഇത് പുളി കണ്ടോ നനഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇടിക്കാൻ നല്ലതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇടിക്കുന്നതും പുളി ഉണക്കുന്നതെല്ലാം കാണിക്കാം. കൂടാതെ ഈ ഫ്രഷ് പുളിയുണ്ട് നമുക്കൊരു നല്ല അടിപൊളി കൂട്ടാനൊക്കെ ചെയ്യാം കേട്ടോ. എളുപ്പമുള്ളതാണ്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ കാണുന്നത് വരെ ഇതേ പോയി നാളെ വരാം.